ഒറ്റയ്ക്കിങ്ങനെ? ഏയ്, വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഡോക്ടർ എന്താ വല്ലാതിരിക്കുന്നു? ഒന്നുമില്ല. അതല്ല, ഡോക്ടർ എന്തോ എന്നെ നിന്ന് വിളിക്കുന്നുണ്ട്. വരും, ഞാൻ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, താങ്ക്സ്. പ്ലീസ്. ആദ്യം നിർത്തിയാൽ മതി. ഇതാ എന്റെ വീട്. ആയിട്ടെ. ശരി. ഓഫീസ് വിട്ട് നേരത്തെ വരുമോ? എന്തിനാ? നമുക്കൊരു സിനിമയ്ക്ക് പോണം. അത് കൊള്ളാം. നിനക്ക് ഓഫീസില്ലാതെ ശരിക്കും ഡ്യൂട്ടിക്ക് പോണ്ടേ? ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടന് സമ്മതമില്ല, സമയമില്ല. പെണ്ണേ, ഞാനത് നേരത്തെ വരാവടി. അല്ല, ഇതാരും ഡോക്ടർ. അകത്ത് കയറും. ഡോക്ടറിന്റെ ഈ വഴിക്ക് ഇതുവഴി പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറുന്നു മാത്രം. ഇരിക്കും ഡോക്ടർ. ഇതെന്റെ അനിയത്തിയാണ്. നമസ്തേ. നമസ്തേ. ഞാനൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞില്ലേ, ആ ഡോക്ടർ. ചേച്ചി ഇരിക്കൂ. അനി, വലിയ ഡോക്ടറെ ചേച്ചി നിന്നും. സാരമില്ല, എന്നെ ചേച്ചിന്ന് വിളിച്ചോട്ടെ. ആ വിളി കേൾക്കാൻ എന്ത് സുഖമാണെന്ന്. അനിത എന്നും എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി. അനിത എന്ത് ചെയ്യുന്നു? ചേട്ടന്റെ കമ്പനി തന്നെ ജോലി, ടൈപ്പിസ്റ്റാ. ആഹാ, രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കമ്പനി തന്നെ. ഇതെങ്ങനെ അടിച്ചെടുത്തു? ആ ചേച്ചി ഇരിക്കും, ഞാനിപ്പോ വരാം. എവിടെ പോന്നു? ഇവിടെ ആദ്യമായിട്ട് വന്നല്ലേ, ഒരു കപ്പ് കാപ്പി. അയ്യോ, അതൊന്നും വേണ്ട. അല്ല, വേണം. അനിയല്ലേ ഡോക്ടർ? താങ്ക്സ്. മിസ്റ്റർ രാജുവിന് വേറെ ആരൊക്കെ ഉണ്ട്? എനിക്കെല്ലാം എന്റെ അനിയത്തിയാണ്. ഞങ്ങൾ രണ്ടുപേർ മാത്രം. ഡോക്ടർക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പോ മമ്മിയും ഡാഡിയും മാത്രം. അപ്പൊ ഡോക്ടർ ഏക സന്താനം. ഭാഗ്യവതിയാണല്ലോ. അതെ, ഒരു കണക്കിന് ഞാൻ ഭാഗ്യവതിയാണ്. ചേച്ചി, താങ്ക് യു. എന്ന് ഞാൻ ഇറങ്ങട്ടെ. ശരി, ഞാനും ഇറങ്ങുന്നു. വരട്ടെ മോളെ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. ഡാഡി ഇന്ന് ഫാക്ടറിയിലേക്ക് വരുന്നില്ലേ? ഇല്ല, മോൻ പൊയ്ക്കോ. പിന്നെ നീ പോകുമ്പോ ആ അക്കൗണ്ട്സിൽ അയ്യർ അങ്ങോട്ട് വരാൻ പറയണം. ഇന്ന് ലേബർ ഓഫീസർ വരുന്ന ദിവസമാണ്. നീ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. വല്ല ആവശ്യവും വന്നാൽ എനിക്ക് ഫോൺ ചെയ്തോളൂ. ഓക്കെ ഡാഡി. എന്നാ പോയിക്കൊള്ളൂ. നമുക്ക് പോകാം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഓ, വലിയൊരു ഓഫീസർ. ഒന്ന് പോടിയോളൂ. കുറച്ച് കഴിഞ്ഞ് പോകാൻ. എന്താ നീ? അയ്യോ, താമസിച്ചെന്നാലേ ആ മാനേജർ വഴക്ക് പറയും. മാനേജറോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. അത് വേണ്ട, നമുക്ക് പോകാം. ആ, ഞാൻ കാരണം എന്റെ ഓഫീസ് മുടങ്ങണ്ട. എന്താ ഇത്? വിടൂന്നേ. എപ്പോ നോക്കി ഒരു തമാശ. എന്താ തമാശ? ആരും കാണുവെന്നെ. കണ്ട ഒരു കുറവുമില്ല. ഞാൻ വേണ്ടൂല. ഇനി വൈകുന്നേരം കാണില്ലേ? ഞാൻ വരില്ല. അയ്യോ ചേട്ടൻ. കൊച്ചുമലേ, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ. എന്റെ അനിയത്തി വെറും ഒരു പാവം പിടിച്ച പെണ്ണാണ്.
മുതലാളി അവിടെ നശിപ്പിക്കും. ഞാൻ അനിതയെ ഇഷ്ടപ്പെടുന്നു. കൊച്ചു മുതലാളിക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. രാജു, അതെ, ദയവ് ചെയ്ത് ഞങ്ങൾ കുടിക്കുന്ന കഞ്ഞിയിൽ മണ്ണിടരുത്. രാജു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്ക് ശരിയായ ധാരണകളേ ഉള്ളൂ. ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ല. മുതലാളി ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഒന്ന് തീർത്തും രാജുവിനെ വിശ്വസിക്കാം. ഇവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അതെ, ഈ ബന്ധം തമ്പി മുതലാളി അംഗീകരിക്കുമെന്ന് കൊച്ചു മുതലാളിക്ക് തോന്നുന്നു. എനിക്ക് രാജുവിന്റെ അംഗീകാരം മതി. എന്റെ അംഗീകാരത്തിന് തമ്പി മുതലാളിയുടെ മുമ്പിൽ ഒരു സ്ഥാനവുമില്ല. തന്റെ ഡ്രൈവറുടെ പെങ്ങളെ മരുമകളാക്കാൻ മാത്രം മഠയനൊന്നുമല്ല അദ്ദേഹം. എന്നാൽ മാധവൻ തമ്മിയുടെ മകൻ കല്യാണം കഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയെ മാത്രമായിരിക്കും. എന്റെ സഹോദരി അതിന് സമ്മതിച്ചില്ലെങ്കിൽ, അവൻ സമ്മതിക്കാത്തൊരു നില വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. ആ തീരുമാനം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ അവളുടെ ജ്യേഷ്ഠനാണ്. ഞാൻ അവളുടെ കാമുകനും. മുതലാളി എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചു. എനിക്ക് നല്ല സുഖമില്ല. നമ്മുടെ ചീഫ് എഞ്ചിനീയർ സുധാകരന്റെ മകന്റെ വിവാഹ റിസപ്ഷനാണ് ഇന്ന്. രാജു ഈ പ്രസന്റേഷൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരണം. ശരി സർ. ആ റിസപ്ഷൻ എവിടെയാണെന്ന് അറിയാമോ? MG റോഡിലുള്ള ഇന്റർനാഷണൽ ഹോട്ടൽ. അറിയാം സർ. എന്നാ രാജു പോയിക്കൊള്ളൂ. ശരി സർ. മിസ് അനിത, ഒന്ന് മുതലാളി എന്തോ നോട്ട്സ് എടുക്കാൻ ബംഗ്ലാവിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഈ ഫയൽ കൂടി കൊണ്ടുപോകും. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അനുകരിക്കും. ഫയലുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. എഴുതിക്കോളൂ. ടു ദ മാനേജിംഗ് ഡയറക്ടർ, ഹിൽട്ടൺ ആൻഡ് കമ്പനി, കൽക്കട്ട. Dear sir, with reference your letter number dated അതൊരു കാര്യം ചെയ്യൂ. മോളി പോയി ആ ഫയൽ എടുത്തിട്ട് വരും. ശരി സർ.